ശിവസമാരംഭാം ഭഗവത്പാദം ഭാഷ്യം ഉപാസനാർത്ഥ സ്വർഗശബ്ദോത്ഥ വിജ്ഞാന വിഷയസ്യ യഥാർത്ഥത്തെ പ്രമാണമസ്തി തദ്വിജ്ഞാനസ്യ അപവാദഃ ശ്രൂയത്തെ തദശ്രയപ്രാപ്തി ദർശനാത്. യഥാർത്ഥതാം പ്രതിപദ്യാമതി വിപരീച്ച അനർത്ഥപ്രാപ്തി ദർശനാത്. യോ ഹി വിപരീണാർത്ഥം പ്രതിപദ്യത്തെ ലോകേ പുരുഷം സ്ഥാണുരിതി അമിത്രം മിത്രമിതി വാസാനർത്ഥം പ്രാപ്നോ ദൃശ്യത്തെ. പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ചുകൂടെ പറയുന്നു. ഇവിടെ തന്നെ അശ്വത്തെ വിരാടായി ഉപാസിക്കാൻ പറയുന്നു. ഇതെല്ലാം സത്യമാണ്. സത്യമല്ലല്ലോ, അശ്വം വിരാട്ടല്ല. വിരാടല്ലാത്ത അശ്വത്തിന് വിരാടാണെന്ന് പറയുക പ്രാണ ഉപാസന. പ്രാണൻ പല ഗുണ വിശുദ്ധ തുടങ്ങിയ ഗുണം ഉള്ള ദേവതയായി ഉപാസിക്കാൻ പറയുന്നു. ഇതൊന്നും വാസ്തവത്തിൽ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ അല്ലാത്ത ഒന്നിനെ ഇങ്ങനെയാണെന്ന് ഉപാസിച്ചാൽ എന്താ ഫലം ഉണ്ടാകും? അടുത്ത് പറയും, ഒരു കല്ലിലൊരു പ്രതിമയുണ്ടാക്കിയിട്ട് അതിനെ വിഷ്ണു എന്ന് ഉപാസിക്കുന്നു. വാസ്തവത്തിൽ പ്രതിമ വിഷ്ണു അല്ലല്ലോ, അതിനെ ഉപാസിച്ചിട്ട് എന്താ കാര്യം? അത് പറയാൻ കാരണം, ഒന്നിനെ മറ്റൊന്നായി നമ്മൾ ധരിക്കുന്നതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. രജ്ജുവിനെ സർപ്പമായി കാണുന്നു, അത് മിഥ്യയാണ്. ഇതുപോലെ അശ്വം അത് വിരാട്ടല്ല, പക്ഷെ അതിന് വിരാട്ടെന്ന് ഭാവന ചെയ്താൽ തന്നെ അത് അസംബന്ധമാണല്ലോ എന്നാണ്. പക്ഷെ അത് ശരിയല്ലെന്നാണ്. യാവത് കിഞ്ചിത് മിതേ പ്രാപ്തം നതത് മിഥ്യാത്മിത്യത മിഥ്യേതി ഗ്രാഹേതി ശാസ്ത്രം അനർത്ഥാർത്ഥം യതോ ഭവേ. ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രമാണത്തിലൂടെ നമ്മൾ ഗ്രഹിച്ചാൽ അത് മിഥ്യയാകത്തില്ല. പുസ്തകത്തെ ദക്ഷിണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നു, ഇത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ പിന്നെ ലോകവ്യവഹാരം നടക്കാതെ വരും. ഇത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവവ്യവഹാരങ്ങളെല്ലാം അസ്തമിക്കും. പക്ഷെ രജ്ജുവിനെ സർപ്പമായി കാണുന്നത് അല്ലെങ്കിൽ സ്ഥാണുവിനെ പുരുഷനായി കാണുന്നത്
ഇവിടെ പറഞ്ഞു അമിത്രത്തെ മിത്രമായി കാണുന്നത് ഇതെല്ലാം ഭ്രാന്തിയാണ്, ഭ്രമമാണ്, അത് സമ്മതിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, പ്രമാണത്തിലൂടെ അറിയുക, അതൊരിക്കലും മിഥ്യയാകാൻ വഴിയില്ല. ഇവിടെ അടുത്ത് പറയുന്നു ആത്മ ഈശ്വര ദേവതാദീനാം അപി അയഥാർത്ഥാനാമേവ ചേത് ഗ്രഹണശ്രദ്ധ അനർത്ഥപ്രാപ്തിയർത്ഥശാസ്ത്രമിതി ധ്രുവം പ്രാപ്നുയാത് ലോകപദേവ. ഈ ലോകത്തിൽ തന്നെ എന്നുവെച്ചാൽ നമ്മുടെ ജീവവ്യവഹാരത്തിൽ അയഥാർത്ഥമായ ഒന്നിനെ ബോധിച്ചു കഴിഞ്ഞാൽ അത് അസംബന്ധമാണ്. അതിനാണ് ഉദാഹരണം പറയുന്നത് രജ്ജുസർപ്പം. അത് ഭ്രാന്തിയാണെന്നുള്ളതിൽ ആർക്കും തർക്കമേ ഇല്ല. അതുപോലെ പ്രമാണങ്ങളിലൂടെ ഗ്രഹിക്കാൻ വയ്യാത്ത, എന്നുവെച്ചാൽ ലൗകിക പ്രമാണങ്ങളിലൂടെ കണ്ണുകൊണ്ട് കാണാൻ വയ്യ, ചെവി കൊണ്ട് കേൾക്കാൻ വയ്യ, സ്പർശിക്കാനും രുചിക്കാനും കഴിയാത്ത ആത്മാ, ഈശ്വരൻ, ദേവത, ഇതെല്ലാം ശ്രുതി പറയുന്നു. ഇതൊക്കെ അയഥാർത്ഥമാണെങ്കിൽ ഈ ശ്രുതിയുടെ ഉപദേശം കൊണ്ട് അനർത്ഥമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇല്ലാത്ത ഒന്നിനെ പറയുക, മനുഷ്യനെ ഭ്രാന്തനാക്കുക. അനർത്ഥപ്രാപ്തിയർത്ഥ ശാസ്ത്രം, ശാസ്ത്രം അനർത്ഥപ്രാപ്തിക്ക് വേണ്ടിയുള്ളതെന്ന് പറയേണ്ടി വരും. പൂർവക്ഷി പറയുകയാണ് ലോകത്തിലും അങ്ങനെയാണ് കാണുന്നത്. അയഥാർത്ഥമായ കാര്യങ്ങളെ ബോധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് രജ്ജു ഭയത്തെ ഉണ്ടാക്കുന്നതല്ല. പക്ഷെ സർപ്പമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയം ഉണ്ടാകുന്നു. കാരണം എന്താ? ഭ്രാന്തിയാണ്. താണു തൂണ് അത് ഭയത്തെ ഉണ്ടാക്കുന്നില്ല. പക്ഷെ അത് കള്ളനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയം ഉണ്ടാകുന്നു. ഇതാണ് അനർത്ഥം. എന്നാൽ ചെയ്തതിഷ്ടം ഇതാർക്കും സ്വീകാര്യമായ കാര്യമല്ല. ഒന്നിന് മറ്റൊന്നായി ധരിക്കുക, ഭയക്കുക. തസ്മാത് യഥാഭൂതാൻ ഏവ ആത്മ ഈശ്വര ദേവതാദി ഗ്രാഹയന്തി ഉപാസനാർത്ഥം ശാസ്ത്രം. അതുകൊണ്ട് പറഞ്ഞല്ലോ, പ്രമാണത്തിലൂടെ ഗ്രഹിക്കുന്ന ഒന്ന് അത് അസംബന്ധമാകാൻ വഴിയില്ല. ശ്രുതി പ്രമാണമാണ്, ശബ്ദപ്രമാണമാണ്. അത് സത്യമാണ് പറയുന്നത്. ഒരാളൊരു കാര്യത്തെ കണ്ടതിന് ശേഷം ചക്ഷിതാദി പ്രമാണത്തിലൂടെ ഗ്രഹിച്ചതിന് ശേഷം അയാൾ പറയുന്നു സത്യവചനം. അങ്ങനെയുള്ള സത്യവചനം പ്രമാണമാണ്. അതുപോലെ സത്യവചനമാണ് ശ്രുതി. ആ ശ്രുതിയാണ് പറയുന്നത് ആത്മാ, ഈശ്വരൻ, ദേവതാദി, ഇതിനെയൊക്കെ ശ്രുതി ബോധിപ്പിക്കുന്നു. അദൃഷ്ടം, പുണ്യം, പാപം, ഇത്തരം കാര്യങ്ങൾ. ഇത് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുന്നുള്ള കാര്യങ്ങളല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രുതി ബോധിപ്പിക്കുന്നതുകൊണ്ട് അത് ഇവിടെ ദേവതാദികളെയും മറ്റും ബോധിപ്പിക്കുന്നത്, ചിലടത്ത് ഈശ്വരനെ ബോധിപ്പിക്കുന്നത്, ചിലടത്ത് ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന്റെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ബോധിപ്പിക്കുന്നത് അത് പ്രമാണമായതുകൊണ്ട് അത് ബോധിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. അത് അനർത്ഥത്തിന് വേണ്ടിയുള്ളതല്ല. സത്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഇതെല്ലാം സത്യമാണ്. അദ്വൈതം പ്രസംഗിക്കുന്നവർക്ക് ഇത് ശരിയായി മനസ്സിലാക്കാതെ പ്രസംഗിക്കുന്നവർക്ക് ഇതെല്ലാം അദ്വൈതത്തിനെതിരാണെന്നൊരു സങ്കല്പമുണ്ട്. ഈശ്വരൻ, ദേവത, പുണ്യപാപങ്ങളല്ല. അതിനെ ഭാഷ്യകാരൻ തിരുത്തുകയാണ്. അങ്ങനെയല്ല, ഇതൊക്കെ സത്യം തന്നെയാണ്. അതാണ് ഇവിടെ വാർത്തികത്തിൽ പറഞ്ഞത്, യാവത് കിഞ്ചിത് മിതേഹേ പ്രാപ്തം ന തദ് മിഥ്യാത്വം. പ്രമാണത്തിലൂടെ ഗ്രഹിക്കുന്ന ഒന്നും ഇവിടെ മിഥ്യയല്ല. അതിനെല്ലാം ഒരു യാഥാർത്ഥ്യമുണ്ട്. മിഥ്യ എന്താണ്? രജ്ജു സർപ്പം മിഥ്യയാണ്. അതുപോലല്ല ഇതൊന്നും. ഇതെല്ലാം സത്യമാണോ? ഇവിടെ പൂർവക്ഷി പറയുന്നു
അതെങ്ങനെ ശരിയാകും? ഈ ശ്രുതി തന്നെ അസത്യത്തെ ബോധിപ്പിക്കുന്നത് എന്താണ്? നാമാതു ബ്രഹ്മദർശന അയുക്തം. നിങ്ങൾ ഈ പറഞ്ഞു വന്ന് ശരിയാണ്. സ്ഫുടം നാമാതേര ബ്രഹ്മത്വം നാമ ബ്രഹ്മേത്യുപാസീത. ശ്രുതി പറയുന്നു നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കുക. ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്. നാമം കൊണ്ട് ശബ്ദത്തെ ബ്രഹ്മമായി ഉപാസിക്കാൻ പറയുന്നു. ഇത് ശരിയല്ലല്ലോ. ശബ്ദം എന്താണെന്ന് അറിയാൻ നമുക്ക്. ശബ്ദം ശബ്ദം തന്നെയാണ്, വേറൊന്നും. അതിനെ മറ്റൊന്നായി ധരിക്കാൻ പറയുന്നു. ഒന്നിനെ മറ്റൊന്നായി ധരിക്കുന്നതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ശബ്ദം എന്താണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരാളിൻ്റെ അടുത്ത് അയാൾക്ക് ശബ്ദത്തിന് ശബ്ദമായിട്ടേ മനസ്സിലാക്കാൻ പറ്റും. അത് ബ്രഹ്മമാണ്. ബ്രഹ്മമാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് സച്ചിദാനന്ദമാണ്, അല്ലെങ്കിൽ സത്യജ്ഞാനം അനന്തമാണ്. അങ്ങനെ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സ്വീകരിക്കാൻ പറ്റും. അവിടെ എന്താ ചെയ്യുന്നത്? ഒന്നിനെ മറ്റൊന്നായി ഗ്രഹിപ്പിക്കുന്നു. ഇതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. രജ്ജുവിനെ സർപ്പമായി ഗ്രഹിപ്പിക്കുന്നതാണ് ഭ്രാന്തി. ശിലയെ വിഷ്ണുവായി ബോധിപ്പിക്കുന്നതാണ് ഭ്രാന്തി. അതല്ല. ശില എന്ന് പറയുന്നത് ശില്പി ഉണ്ടാക്കിയൊരു സാധനമാണ്. ശിവലിംഗമോ ഏതെങ്കിലും രൂപമോ അതിനെ മറ്റൊന്നായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സാമാന്യ യുക്തി അനുസരിച്ച് അത് ഭ്രാന്തിയാണ്, ശരിയല്ല. എന്തുകൊണ്ട്? സ്ഫുടൻ നാമാതിരബ്രം. നമുക്കറിയാതെ അതല്ല. കല്ല് ദേവതയല്ലെന്നറിയാം. പൂർവപക്ഷമാണ്. ശബ്ദം ബ്രഹ്മം അല്ല എന്നറിയാം. ശബ്ദം ശബ്ദമാണ്, കല്ല് കല്ലാണ്. ഇവിടെയൊക്കെ എന്താ? ഒന്നിനെ മറ്റൊന്നായി ധരിപ്പിക്കുന്നതുകൊണ്ട് അയുക്തം ഇത് ചെയ്ത് തത്ര ബ്രഹ്മദൃഷ്ടിം സ്ഥാണാദ വിവപുരുഷദൃഷ്ടിം വിപരീതാം വിഗ്രഹ. ഇത് ശാസ്ത്രം ദർശിച്ചത്. ഇവിടെ ഈ ശാസ്ത്രം, ശ്രുതി അല്ലെങ്കിൽ മറ്റു ശാസ്ത്രങ്ങൾ ബ്രഹ്മദൃഷ്ടിം സ്ഥാണാദു ഇവ പുരുഷദൃഷ്ടിം. തൂണിന് പുരുഷനെന്ന് പറയുന്നത് പോലെ നാമത്തിൽ ബ്രഹ്മമെന്ന് പറയുന്നത് വിപരീതം. ഒരു വസ്തു എങ്ങനെയാണോ അങ്ങനെയല്ലാതെ മറുതരത്തിൽ ബോധിപ്പിക്കുന്നു. വിപരീതം വിഗ്രഹ. ഇത് ശാസ്ത്രം ധരിച്ചത്. ഈ ശാസ്ത്രം വിപരീത ബുദ്ധി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല. തസ്മാ യഥാർത്ഥമേവ ശാസ്ത്രത പ്രതിപത്തെ ശ്രേയുക്തമിരിച്ചത്. അതുകൊണ്ട് ഇതൊന്നും ശ്രേയിക്ക് അയുക്തം. ശാസ്ത്രം ബോധിപ്പിക്കുന്നതെല്ലാം സത്യത്തെയാ ബോധിപ്പിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. ശാസ്ത്രം അസത്യത്തെയും ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രേയസ്സുണ്ടാകും എന്ന് പറയുന്നത് ശരിയല്ല. ഒരു വസ്തുവിനെ മറ്റൊന്നായി ധരിക്കുന്നുണ്ടെന്ന് ശ്രേയസ്സുണ്ടാകാനാണ്. അതും അസത്യമായി ധരിക്കുന്നുണ്ട്. യഥാർത്ഥമേവ ശാസ്ത്രത പ്രതിപത്തേഹി. ശാസ്ത്രം യഥാർത്ഥമേ ബോധിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ശ്രേയസ് എന്നെല്ലാം പറയുന്നത് ശരിയല്ല. ശാസ്ത്രം അസംബന്ധത്തെ ബോധിപ്പിക്കുന്നു. ഇത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്വൈതത്തിന്റെ നിലപാട് എന്താണ്? പ്രതിമാ പൂജ, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എവിടെ നിൽക്കും? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതിവിടെ ഭാഷ്യകാരൻ വളരെ വ്യക്തമാക്കുകയാണ്. പറയുന്നു പ്രതിമാവത് ഭേദപ്രതിപത്തേഹി. പറയുന്നു ഇത് പ്രതിമയിൽ വിഷ്ണുവിനെ ബോധിപ്പിക്കുന്നത് പോലെയാണ്. നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അശ്വത്തെ വിരാട്ടായിട്ട് ഉപാസിക്കാൻ പറയുന്നത്. പ്രതിമയിൽ വിഷ്ണുവിനെ പോലെ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഈ ശ്രുതിയൊന്നും മനസ്സിലാക്കാത്തവരും പ്രതിമയിൽ വിഷ്ണുവിനെ പൂജിക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞിട്ടല്ല, പുരാണങ്ങളിൽ നിന്നോ സ്മൃതികളിൽ നിന്നോ അല്ലെങ്കിൽ ലോകാചാരം കൊണ്ടോ
ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രതിമയെ വിഷ്ണു എന്ന് ആരാധിക്കുന്നു. ഇത് ഭ്രാന്തിയാണോ? അല്ല പറയുന്നു. രജ്ജുവിനെ സർപ്പം എന്ന് കണ്ടാൽ അത് ഭ്രാന്തി, പ്രതിമയെ വിഷ്ണു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തിയല്ല. ഇതെങ്ങനെ ശരിയാകും? എന്നാണ് പറഞ്ഞത് ഭേദപ്രതിപത്തേഹേ. സമാധാനം പറഞ്ഞിരിക്കുകയാണ്. അതെന്താണ് വിശദീകരിക്കുന്നു? നാമാദോ അബ്രഹ്മണി ബ്രഹ്മദൃഷ്ടിം വിപരീതാം ഗ്രഹ ഇതി ശാസ്ത്രം സ്ഥാണ്വാദോ ഇവ പുരുഷദൃഷ്ടിം ഇതി നേത് സദ്ധവോച തസ്മാത് ഭേദേന ഹി ബ്രഹ്മണോ നാമാദി വസ്തു പ്രതിപന്നസ്യ നാമാദോ വിധീയതേ ബ്രഹ്മദൃഷ്ടി പ്രതിമാദം ഇവ വിഷ്ണുദൃഷ്ടി ആലംബനത്വേന ഹി നാമാദി പ്രതിപത്തി പ്രതിമാധിപതൈവ നാമാദ്യേവ ബ്രഹ്മേതി യഥാ സ്ഥാണോ അന്തർജ്ഞാതേ ന സ്ഥാണുരി പുരുഷേ വായുമിതി പ്രതിപദ്ധ്യതേ വിപരീതം നതു തഥാ നാമാദോ ബ്രഹ്മദൃഷ്ടി വിപരീത. ഇവിടെ ഭ്രാന്തിയില്ല എന്ന് പറയുന്നു. പ്രതിമയെ വിഷ്ണുവായി ഉപാസിക്കുന്നതിന് ഭ്രാന്തിയില്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ അത് സാമാന്യ നിയമത്തിന് വിരുദ്ധമാണല്ലോ. ഒന്നിനെ മറ്റൊന്നായി ധരിക്കുന്നതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഭ്രാന്തിയാകുന്നില്ല? അതിനാണ് ഭേദപ്രതിപത്തെ വിശദീകരിക്കുന്നത്. നാമാദോ അബ്രഹ്മണി ബ്രഹ്മദൃഷ്ടിയും വിപരീതാംഗ്രാഹി ശാസ്ത്രം. ആ ശാസ്ത്രം പറയുന്നത് വിരുദ്ധമായ കാര്യമാണ്. നാമത്തെ ബ്രഹ്മമെന്ന് ഉപാസിക്കുക എന്ന് പറയുമ്പോൾ നാമമല്ല ബ്രഹ്മം. വിരുദ്ധമായ ഒരു കാര്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഭ്രാന്തിയില്ല. സ്ഥാണാദവിവ പുരുഷദൃഷ്ടിമിതി നെയ്ത് സദ്ധപൂജ. അത് തൂണിനെ കണ്ടിട്ട് കള്ളനെന്ന് ധരിക്കുന്നത് പോലെ, രജ്ജുവിനെ കണ്ടിട്ട് സർപ്പമെന്ന് ധരിക്കുന്നത് പോലെ എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. നെയ്ത് സദ്ധപൂജ, അത് ശരിയല്ല. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. കസ്മാത്, എന്തുകൊണ്ട് ശരിയല്ല? രണ്ടിടത്തും ഒരുപോലെയാണല്ലോ. ഒരിടത്ത് രജ്ജുവിനെ കണ്ട് സർപ്പം എന്ന് പറയും, ഒരിടത്ത് പ്രതിമയെ കണ്ടിട്ട് വിഷ്ണു എന്ന് പറയുന്നു. രണ്ടും ഭ്രാന്തിയാണ്. ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമാകുന്നത് എങ്ങനെ പറയുന്നു? ഭേദേന ഹി ബ്രഹ്മണോ നാമാദി വസ്തു പ്രതിപന്നസ്യ നാമാദോ വിധീയതേ ബ്രഹ്മദൃഷ്ടി. രജ്ജു സർപ്പം അത് ഭ്രാന്തി തന്നെയാണ്. സ്ഥാണു പുരുഷൻ ഭ്രാന്തി തന്നെ. എന്തുകൊണ്ടാണ് അത് ഭ്രാന്തിയാകുന്നത്? സർപ്പത്തെ കാണുന്ന സമയത്ത് രജ്ജുവിനെ കാണാൻ പറ്റുന്നില്ല. കള്ളനെ കാണുന്ന സമയത്ത് അവിടെ തൂണിനെ കാണുന്നില്ല. ഒറ്റ ബുദ്ധിയുള്ളൂ അവിടെ. ഇത് സർപ്പമാണ്, ഇത് കള്ളനാണ്. അതായത് രജ്ജുവും സർപ്പവും തമ്മിലുള്ള ഭേദത്തെ അറിയുന്നില്ല. അങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. സ്ഥാണുവും പുരുഷനും തമ്മിലുള്ള ആ ഭേദത്തെ അറിയുന്നില്ല. അങ്ങനെ അറിയാതെ, ഭേദജ്ഞാനം കൂടാതെ ഒന്നിനെ മറ്റൊന്നായി അഭേദമായി ഗ്രഹിക്കുന്നിടത്താണ് ഭ്രാന്തി. പിന്നെ സംശയവും വരാം, ഇത് കള്ളനാണോ അതോ കുറ്റിയാണോ, സംശയവും വരാം. ഇവിടെ അങ്ങനെയല്ല. ഈ പ്രതിമയിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നവനറിയാം ഇത് ശിലയാണ്, ഇതിനെ ഈ രൂപത്തിലാക്കിയെടുത്ത ശില്പിയാണ്, അതിനെ ഇവിടെ പൂജ്യമായൊരു സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്, അതിൽ വിഷ്ണുവിന്റെ സങ്കല്പമാണ്, ഇത് വിഷ്ണുവാണ്. ഇതൊക്കെ ഈ ഉപാസകനറിയാം. എന്നുവെച്ചാൽ അവിടെ ഭേദജ്ഞാനമുണ്ട്. ഒന്നിനെ മറ്റൊന്നായി ഭ്രാന്തമായി ധരിക്കുകയല്ല. വിഷ്ണു എന്ന് പറയുന്ന ഒരു ദേവതയെക്കുറിച്ച് അവനറിയാം. സശങ്കചക്രം എന്നെല്ലാം പറയുമ്പോൾ അവന്റെ മനസ്സിലൊരു വിഷ്ണു ഉണ്ട്.
എന്നുവെച്ചാൽ വിഷ്ണു അന്യത്രയുണ്ട്. ആ അന്യത്രയുള്ള വിഷ്ണുവിന് ഉപാസിക്കുന്നതിനുള്ള അധിഷ്ഠാനം, ഒരു ആലംബനം മാത്രമാണ് ഈ പ്രതിമ. ഇത് രണ്ടും തിരിച്ചറിയുന്നവനാണ്. അപ്പോ പ്രതിമയിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നവനടുത്ത് ആ പ്രതിമ എന്ത് കല്ലുകൊണ്ടാണോ സ്വർണം കൊണ്ടാണോ മണ്ണുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അവനറിയാമല്ലോ. അത് പ്രതിമയാണെന്നറിയാമല്ലോ. അതുണ്ടാക്കാമെന്നുള്ളതാണ്, നശിപ്പിക്കാമെന്നുള്ളതാണല്ലോ. ഇതൊക്കെ അവനറിയാം. ഇപ്പം ഭേദജ്ഞാനം അവിടെ ഉണ്ട്. എന്നിരിക്കലും ഉപാസനയ്ക്ക് വേണ്ടി അന്യത്ര സിദ്ധമായ വിഷ്ണുവിനെ ഇവിടെ ഉപാസിക്കുന്നു, ആരോപിക്കുന്നു. അങ്ങനെ ഭേദദൃഷ്ടിയോടുകൂടി ആരോപിക്കുന്നിടത്ത് ഒരിടത്തും ഭ്രാന്തിയില്ല. അവൻ ഭ്രാന്തനല്ല. അതുപോലെ തന്നെ നാമം ഇന്നതാണെന്നറിയാം. ഇത് ലോകപ്രസിദ്ധമായ ദൃഷ്ടാന്തത്തെയാണ് ഇവിടെ പറഞ്ഞത്. നാമം ശബ്ദമാണ്, ബ്രഹ്മ സച്ചിദാനന്ദമാണ്, ഇത് രണ്ടും രണ്ടാണ്. എന്നാലും ആ നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നു. ഭേദജ്ഞാനത്തോടുകൂടി ആരോപിച്ചാൽ, കൽപ്പിച്ചാൽ അവിടെ ഭ്രാന്തിയില്ല. അവനെങ്ങനെ ഭ്രാന്തനാകുന്നു? രജ്ജുസർപ്പത്തിൽ അങ്ങനെയല്ല. ഇതൊരു രജ്ജുവാണ്, അതെനിക്കിപ്പോ സർപ്പമായി തോന്നുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഭേദജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭ്രാന്തിയില്ല. മറിച്ച് രജ്ജു എന്നുള്ള ഒരു സങ്കല്പം പോലും മനസ്സിൽ വരുന്നില്ല. അവൻ ഭ്രാന്തിക്ക് വിധേയമായിരിക്കുന്ന ആ സമയത്ത് അവന്റെ മുമ്പിൽ സർപ്പം മാത്രം. അവന്റെ മനസ്സിലും സർപ്പം, അവന്റെ മുമ്പിൽ കാണുന്നത് സർപ്പം. രജ്ജു എന്ന് പറയുന്നൊരു വസ്തുവില്ല. ഇതാണ് ഭ്രാന്തിയും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരോപവും തമ്മിലുള്ള വ്യത്യാസം. ഒരിടത്ത് രണ്ടും തമ്മിലുള്ള ഭേദത്തെ അറിഞ്ഞുകൊണ്ട് ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുന്നു. ഒരിടത്ത് രണ്ടും തമ്മിലുള്ള ഭേദത്തെ അറിയാതെ ആരോപിക്കുന്നു. ഭേദത്തെ അറിയാതെ ആരോപിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തി. ഭേദത്തെ അറിഞ്ഞുകൊണ്ട് ആരോപിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയല്ല, യഥാർത്ഥമായ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ദേവത ഉപാസനയും പലതരത്തിലുള്ള ഉപാസനയും കൂടി അദ്വൈതത്തിനോട് ചേർത്ത് ഭാഷ്യകാരൻ ഉപാസിക്കുന്നു. ഇവിടെ അതിനെ കൂടി നിർദ്ദേശിക്കുന്ന, അതിനെ കൂടി വിശദീകരിക്കുന്നു. എന്താണ് സർവം ഫലിതം ബ്രഹ്മ, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്നിടത്ത് ഇത്തരം ഉപാസനകൾ എന്തിനുണ്ട്? ഇതുകൊണ്ട് എന്താ ഉപയോഗം? ഇതിന്റെ ആവശ്യം എന്താണ്? അദ്വൈതം പ്രസംഗിക്കുന്ന പലരും പാടെ അങ്ങ് നിഷേധിച്ചു കളയും. എല്ലാവരും അല്ല, അദ്വൈത സിദ്ധാന്തത്തെ ശരിയായി മനസ്സിലാക്കാത്തവർ. അദ്വൈതം പ്രസംഗിക്കണമെങ്കിൽ ശരിക്കും ഇതിൽ പരിശ്രമം ചെയ്ത് കഴിയും. ഈ പ്രകടന ഗ്രന്ഥങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് അദ്വൈതത്തിന്റെ ആ പരമമായ സാരം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും അത് ആശ്രയിക്കുന്നവർക്ക് വിപരീത ബുദ്ധി ഉണ്ടാകുന്നു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കർമ്മങ്ങൾ, ഉപാസനകൾ എല്ലാത്തിനും നിഷേധിക്കും. അതൊന്നും ആവശ്യമില്ലാത്തതാണ്, ഇത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ധരിക്കുകയും സ്വയം അങ്ങനെ മനസ്സിലാക്കുകയും, ശരി ഒരുവനങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, അവൻ മാത്രമേ നശിക്കൂ. എന്നിട്ടത് മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണോ? അടുത്ത കാലത്തൊരു സന്യാസി ശ്രേഷ്ഠൻ പ്രസംഗിക്കുന്ന കേട്ടു, ക്ഷേത്രങ്ങളെല്ലാം ശാപമാണ്, അവിടെ ഇരിക്കുന്നത് കല്ലാണ്,
അവിടെ ദേവതയൊക്കെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിരിക്കുന്നതാണ്. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന ദേവതയെക്കാളും വലുതാണ് മനസ്സ്. ഇത് ആൾക്കാരങ്ങോട്ട് പ്രസംഗിച്ചു പോവുകയല്ല, ആൾക്കാരുടെ തലയ്ക്കകത്തേക്ക് ഇത് അടിച്ചു കയറ്റുകയാണ്. എന്തോ ഒരു വലിയ കാര്യം പറയുന്നുമില്ല. കല്ലല്ലേ, ജനം എല്ലാം ആർത്ത് വിളിക്കുകയാണ്, കല്ലാണ്. ഈ തരത്തിൽ ജനങ്ങളെങ്ങോട്ട് ബോധിപ്പിക്കുകയാണ്. സാധുക്കൾക്ക് എന്തറിയാം? അവർ ഈ പ്രകരണങ്ങളും അറിയത്തില്ല, അവർക്ക് ശാസ്ത്രവും അറിയത്തില്ല. സ്വാമിയുടെ ദിവ്യമായ പരിവേഷമൊക്കെ കാണുമ്പോൾ സ്വാമി പറയുന്നത് പരമമായ സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും, വഴിതെറ്റിക്കുകയാണ്. മനഃപൂർവ്വമല്ല, ഈ സാധുവിനും വിവരമില്ല, അറിവില്ല. എന്തുകൊണ്ട് അറിവില്ല? ഇത്തരം ശാസ്ത്രങ്ങൾ കുറിച്ചവർ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ആചാര്യന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു? അത് ചിന്തിക്കാറില്ല. ഞാൻ ഈ കക്ഷിയോട് നേരിട്ട് ചോദിച്ചു, അദ്വൈതമല്ലേ പ്രസംഗിക്കുന്നത്, ഈ അദ്വൈത ആചാര്യന്മാരുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. ഞാൻ ചിന്തിക്കാറേ ഉള്ളൂ, വായിക്കാറില്ല. എനിക്ക് ശ്രവണമില്ല, മനനമേ ഉള്ളൂ. അത് വലിയ ദോഷമാണ്. ശ്രവണത്തിലാണ് തുടങ്ങേണ്ടത്. അതിനൊരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കിപ്പോൾ ഒരു മന്ത്രം ജപിക്കണമെങ്കിൽ ഒരു ഗുരു വേണം, യോഗം ശീലിക്കണമെങ്കിൽ ഒരു ഗുരു വേണം, തന്ത്രമോ യന്ത്രമോ ഒക്കെ പരിശീലിക്കണമെങ്കിൽ ഗുരു വേണം, ആധ്യാത്മികമായ ശിക്ഷണങ്ങൾ അതിന് ഗുരു വേണം. പക്ഷെ ശാസ്ത്രത്തിന് മാത്രം ഗുരു വേണ്ട. എന്തുകൊണ്ട്? കാശ് കൊടുത്താൽ പുസ്തകം കിട്ടും, വാങ്ങി വായിച്ചാൽ മതി. അതുപോലെ ഇതിൽ ഇത്തരം ആൾക്കാർ തന്നെ പറയുന്നു, നിങ്ങൾ അമ്പലത്തിൽ പോകരുത്. എന്തുകൊണ്ട് പോകാൻ പാടില്ല? കാരണം ഈ അമ്പലത്തിൽ ഇതിനെയൊക്കെ സങ്കല്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടത് സങ്കല്പിച്ചിരിക്കുന്ന മനസ്സാണ് വലുത്, സങ്കല്പിച്ച ദേവതയല്ല. അതുകൊണ്ട് ആ സങ്കല്പിച്ച ദേവത നമുക്ക് ആവശ്യമില്ല, മനസ്സാണ് മുഖ്യം. മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. മനസ്സ് വലുത് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ മുമ്പിൽ ആഹാരം വന്നു കഴിഞ്ഞാൽ ഇത് ആഹാരമാണെന്ന് മനസ്സിലാക്കുന്ന മനസ്സാണ്. ഇനി ഇത് എങ്ങനെ പാകം ചെയ്യണമെന്നറിയുന്ന മനസ്സുകൊണ്ടാണ്, എങ്ങനെ ഭക്ഷിക്കണമെന്ന് അറിയുന്ന മനസ്സുകൊണ്ടാണ്, അത് രുചിയാണോ അരുചിയാണോ എന്നറിയുന്ന മനസ്സുകൊണ്ടാണ്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതൃപ്തിയായി എന്ന് പറയുന്ന മനസ്സാണ്. അതുകൊണ്ട് മനസ്സ് മതി, ഭക്ഷണം വേണ്ട എന്ന് പറയൂ ഈ വേദാന്തികൾ. മനസ്സാണ് വലുത് ഭക്ഷണത്തെക്കാൾ, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. ഒരു നേരത്തെ ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ലെങ്കിൽ ഈ പ്രസംഗമെല്ലാം അപ്പം നിൽക്കും. വയറ് നിറയൊന്നും വേണമെന്നില്ല, ചായ പോയാൽ മതി. എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി മനസ്സാണ് വലുത്, ബാക്കിയെല്ലാം രുചിയും അരുചിയും തൃപ്തിയും അതൃപ്തിയും എല്ലാം മനസ്സിന്റെ സങ്കല്പമാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങളാരും ഭക്ഷണം കഴിക്കരുതെന്ന് പൊതുജനത്തിൻ്റെ പറയാൻ പറ്റുമില്ല. അപ്പോൾ സാധുക്കളെ അജ്ഞന്മാരെ വഴിതെറ്റിക്കുന്നു. ബുദ്ധിഭേദം ജനയെ അജ്ഞാനാം കർമ്മസംഖ്യന എന്നുള്ള തത്വത്തെ പോലും മറന്നിട്ട് വലിയ അപകടമാണ്. കല്ലിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്ന് സംശയം ചോദിച്ചാൽ കല്ലിന് നിങ്ങളുടെ സംശയങ്ങളെയൊക്കെ മാറ്റിത്തരുമോ? ആള് പ്രസംഗിക്കുകയാണ്, കല്ലിന് സംശയം മാറ്റാൻ പറ്റും. നിങ്ങൾ കോടികൾ കൊണ്ട് അമ്പലത്തിൽ കൊടുക്കുന്നു, എന്താ പ്രയോജനം? പറയുന്നു, വരിക, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരിക,
ഇവിടെ സംസാരിക്കുന്ന ദൈവമുണ്ട്. ഒന്നുകൂടെ പറയുന്നത്, ഉപഹാരങ്ങളെല്ലാം ഞങ്ങൾക്ക് തരിക, നിങ്ങൾ അമ്പലത്തിൽ കൊടുക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ എല്ലാ സംശയവും പരിഹരിക്കും. ഇത്തരം ആൾക്കാരാണ് എല്ലാ സംശയവും പരിഹരിക്കുന്നത്. വിഡ്ഢികളുടെ സംശയം പരിഹരിക്കാൻ പറ്റും. കാരണം ഈ ചെല്ലുന്നവരും ഒരു വിവരവും ഇല്ലാത്തവരല്ല. ഇവരെന്ത് സംശയം ചോദിക്കാനും? സ്വാമി പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിനുള്ള ശേഷി അവർക്കില്ലല്ലോ. എന്ത് സംശയവും പരിഹരിച്ചവരും ഇത്തരം ആൾക്കാർ സംശയം പരിഹരിച്ച എന്തായിരിക്കും സ്ഥിതി? കാര്യമായൊരു സംശയം, ശാസ്ത്രീയമായൊരു സംശയം ഉന്നയിച്ചവർക്ക് പരിഹരിക്കാൻ പറ്റും. ഇവിടെ പറയുന്ന ഈ പൂർവപക്ഷങ്ങൾക്കെല്ലാം ഭാഷ്യകാരൻ സമാധാനം പറയുന്നവര് സമാധാനം പറയാൻ കഴിയും. ചോദ്യമില്ലല്ലോ. ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ ശാസ്ത്ര സംസ്കാരം വേണം. അല്ലാത്തവനങ്ങനെ ഈ വിഷയങ്ങളിൽ സംശയം ചോദിക്കാൻ പറ്റും. ഇപ്പം നല്ല ഹോട്ടലിൽ കയറി ഉണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഊണിനെ കുറിച്ച് അറിയത്തില്ല എന്ന് സാറിന് പറയാറുണ്ടല്ലോ. അതുപോലെയാണ് ഇത്തരക്കാരുടെ സ്ഥിതി. ഇപ്പൊ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് അതിൽ പരിചയമില്ലെങ്കിൽ അത് പറയാൻ പാടില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക. ഭക്തിയെക്കുറിച്ചാണ് അറിയാമെങ്കിൽ അത് പറയുക, യോഗത്തെക്കുറിച്ചാണെങ്കിൽ അത് പറയുക, അദ്വൈതത്തെക്കുറിച്ച് ആണെങ്കിൽ അത് പറയുക. പക്ഷെ അത് പ്രാമാണികന്മാരായ ആചാര്യന്മാരുടെ വാക്കുകളെ ശരിക്കും മനനം ചെയ്ത് ശ്രവിച്ചാലും പോലെ സ്വയം ഉറപ്പിച്ചിട്ട് പുറത്തിറങ്ങി പ്രസംഗിക്കാവും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ലോകത്തിനെ ബോധിപ്പിക്കും, ലോകം കൈയടിച്ച് സ്വീകരിക്കും. അതും നഷ്ടമാവും, ഇതും നഷ്ടമാവും. ഇത് കഴിഞ്ഞ ദിവസം കേട്ട കാര്യമാണ് പറയുന്നത്. വളരെ പ്രസിദ്ധനായ സന്യാസിയാണ് പറയുന്നത്. അദ്വൈതമാണ് പറയുന്നത്. ശ്ലോകങ്ങൾ ഉദ്ധരിച്ചാ പറയുന്നത് ഇത്തരം വിട്ടിട്ടത്. ഇവിടെ എന്താണ് പറയുന്നത്? അതൊന്നും ഭ്രാന്തിയല്ല, അതൊക്കെ യഥാർത്ഥമായ ജ്ഞാനം തന്നെയാണ്. പ്രതിമയിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നത് മിണ്ടാത്ത കല്ല് മിണ്ടത്തില്ലെന്നാണ് പറയുന്നത്. അത് ശരിയോ, കല്ല് മിണ്ടത്തില്ല. പക്ഷെ ദേവത മിണ്ടും, സംസാരിക്കും, സംശയങ്ങൾ തീർക്കും. ആ രീതിയിൽ ഉപാസിക്കുന്നവനെ സംബന്ധിച്ച് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കല്ലിനെ ഉപാസിച്ചിട്ട് മോക്ഷം നേടിയ എത്രയോ പേരുടെ ഉദാഹരണങ്ങൾ ഈ സമീപകാലത്ത് തന്നെയുണ്ട്. എന്നിട്ട് ഈ മനുഷ്യർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇനി രക്ഷപ്പെടാനും അവസരമില്ല. കാരണം കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുകയാണ്. ഇനി എന്നാ ബോധം വരുന്നു? ഇനി ബോധം വരാൻ അടുത്ത ജന്മത്തിലെങ്ങാനൊന്നും ഈ ജന്മത്തിൽ രക്ഷയില്ല. ഇതാണ് കാരണം. പലർക്കുമുള്ള പ്രശ്നം ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ശാസ്ത്രങ്ങളിലെല്ലാം ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷേ ഈ കാര്യങ്ങൾ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആ ദുരഭിമാനം വെടിഞ്ഞിട്ട് ഒരാളുടെ മുമ്പിൽ ചെന്നിരുന്ന് സംശയങ്ങൾ തീർത്ത് ഈ ശാസ്ത്രങ്ങളെ ഗ്രഹിക്കുന്നതിന് ഇവർക്ക് കഴിയില്ല. അഭിമാനമാണ് പ്രശ്നം. വേദത്തിന് മുമ്പിൽ ചെന്ന് തലവനിക്കണ്ടേ? അതെങ്ങനെ കഴിയും? താൻ സ്വയം വലിയ സ്വാമിയായിരിക്കുന്നു. പിന്നെങ്ങനെയാണ് വേറാണ്ടും പോയി ചെറുതാവുന്നു? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവര് ഇത്തരം ശാസ്ത്രഗ്രഹണത്തിന് തയ്യാറാകാത്തത്. എന്നാ അത് പ്രസംഗിക്കുകയും ചെയ്യും. എന്നാ അത് പ്രസംഗിക്കാതിരിക്കുക, ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാതിരിക്കുക, അവനവന് കിട്ടിയ അറിവിനെ അത് പറയുക. ഒരു ദോഷമില്ല. ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നിടത്താണ്, ശാസ്ത്രത്തെ ഉദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നിടത്താണ് കുഴപ്പം. അത് അധ്യയനം ചെയ്യാതെ പാടില്ല. ശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് തന്നെ ഗ്രഹിക്കുന്നു. അത് സ്വയം മനനം ചെയ്യണം, അതിനെ സ്വാംശീകരിക്കണം. എന്നിട്ടേ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കണം. മറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിന് ലോകത്തിന് പറ്റിയ തത്വങ്ങൾ പറയാം, മൂല്യങ്ങളെക്കുറിച്ച് പറയാം.
സാര ഉപദേശങ്ങളെക്കുറിച്ച് പറയാം. ശ്രുതിയെ വ്യാഖ്യാനിക്കാൻ പോകരുത്. പക്ഷെ അതാണ് കൂടുതലും നടക്കുന്നത്. ആധ്യാത്മികമായ അറിവിന് ശാസ്ത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്രയോ മഹാത്മാക്കൾ ഉപദേശിക്കുന്ന ഒരു ശാസ്ത്രവും പഠിക്കാതെ അത് ആ തരത്തിലായിരിക്കും. മറിച്ച് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുക ഒരു വിവരമില്ലാതെ, അത് ശാസ്ത്രീയമായ പരിശീലനം കിട്ടാതെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കും. എന്താ അദ്വൈതിയായ ആചാര്യം പറഞ്ഞിരിക്കുന്നത്? ഇതൊരു സുപ്രധാനമായ ഒരു ആധ്യാത്മിക വിഷയമാണത്. പ്രതിമയിൽ വിഷ്ണുദൃഷ്ടി പാടുണ്ടോ? ക്ഷേത്രത്തിൽ ആരാധന ശരിയാണോ? ഉപാസനകൾ ശരിയാണോ? ഇതെല്ലാം മിഥ്യയാണ്, അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വലിയ വിഡ്ഢിത്തമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്വൈതത്തിൽ വിശേഷിച്ചും ഭാഷ്യകാരൻ ഇതിനെയൊന്നും നിഷേധിക്കുന്നില്ല. ഒരു ഉപാസനയും ഒന്നിനെയും നിഷേധിക്കുന്നില്ല. പിന്നെ ചില സന്ദർഭങ്ങളിലെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. പാരമാർത്ഥികമായ തത്വം എന്താണെന്ന് പറയുമ്പോൾ ആ പാരമാർത്ഥിക നിലയിൽ നിന്നുകൊണ്ട് അജ്ഞന്റെ ബുദ്ധിയെ നിഷേധിക്കാൻ വേണ്ടി ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നെല്ലാം പറയും. അതൊരു ഭാഗം മാത്രം. സർവം ഖണ്ഡിതം ബ്രഹ്മ എന്നും പറയും. പക്ഷെ ആധ്യാത്മികമായ സാധന എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെയൊന്നും അദ്വൈതം നിഷേധിക്കുന്നില്ല. അത് ഇത്തരം ഭാഗങ്ങളിൽ വ്യക്തമാക്കുകയാണ്. പറയുന്നു, പ്രതിമാദവ് ഇവ വിഷ്ണുദൃഷ്ടി, പ്രതിമയിൽ വിഷ്ണുദൃഷ്ടിയെ പോലെ. വിഷ്ണു ഉണ്ട്, അത് ശാസ്ത്രം പറയുന്നു. അത് ഉപാസിക്കുന്നവന് അത് അനുഭവമാണ്. അതിന് ആലംബനത്തിന് ഹി നാമാദി പ്രതിപത്തി പ്രതിമാദിവദേവ, ഒരാലംബനമായി മാത്രമാണ് പ്രതിമയും മറ്റും സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിമ വർത്തമാനം പറയില്ലെന്നറിയാം, അത് കല്ലാണെന്നറിയാം. പക്ഷെ ഒരു ആലംബനമായി അതിനെ സ്വീകരിക്കാം. ഇനി പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയും. ഇവിടെ ആ പ്രതീക ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിൽ ഈ ഉപാസനത്തിന് 2-3 തരത്തിൽ വിഭജിച്ച് പറയും. ഇവിടെ ഇപ്പോൾ ഒരു തരത്തിൽ പറയുകയാണ്. ഇവിടെ പ്രതിമയെ സ്വീകരിച്ചിരിക്കുന്ന ഇങ്ങനെ വെറും ഒരു ആലംബനമാണ്. ഇവിടെ ഉപാസിക്കുന്ന ആരെ? ദേവത. എവിടെയാ ദേവത? ദേവത അന്യത്ര ഉണ്ട്. ദേവതയുണ്ട്, ദേവതാ ലോകമുണ്ട്. ആ ദേവതയോട് വർത്തമാനം പറയാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. അത് ഈ സ്വാമിയാർക്ക് മാത്രമേ കഴിയുന്നില്ല, വിവരം കെട്ട സ്വാമിക്ക്. മനുഷ്യന് പറയുന്നത് കൂടുതൽ ദേവതയ്ക്ക് പറയാനുണ്ട്. എന്തുകൊണ്ട് അവിടെ അണിമാതി ഐശ്വര്യങ്ങളൊക്കെ ഇല്ലേ? ഏത് ചോദ്യത്തിനും സമാധാനം പറയും. ഭൂതത്തെയും ഭാവിയൊക്കെ ദേവതയ്ക്ക് പറയാൻ പറ്റും, മനുഷ്യന് ഇതുവല്ലതും പറയാൻ പറ്റും. എന്നാണ് കേവല അഭിമാനമാണ്. എല്ലാ സംശയവും പരിഹരിച്ചു കളയും. വേദാന്തം പഠിച്ചിരിക്കുകയാണ്, ബ്രഹ്മജ്ഞാനിയാണ്, മണ്ണാങ്കട്ടയാണ്. ഇവരെയൊക്കെ നാട് കിടക്കണമെന്ന് എൻ്റെ അഭിപ്രായം. എന്നാലും ഈ നാട് നന്നാവും. പണ്ട് രാജഭരണകാലത്ത് അതിനൊക്കെ വ്യവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വേണ്ടാധീനങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നെറ്റിയിൽ ചുട്ടി കുത്തും, എന്നിട്ട് സ്ഥലം വിടും, നാട് കിടക്കും, വേറെ നാട്ടിൽ കൊണ്ടുവിടും. ഞാൻ പറയുന്നത് കുറച്ച് കടത്തു പോകുന്നെന്ന് തോന്നുന്നു, പക്ഷെ പറഞ്ഞു പോകുന്നതാണ്, മനഃപൂർവ്വം പറയുന്നത്. ആലംബനത്വേന ഹി നാമാദി പ്രതിപത്തി പ്രതിമാധിപദേവ എന്നതു നാമാദേവ ബ്രഹ്മേതി. അങ്ങനെ പറയുന്നില്ല ഇവിടെ. എന്താണ് ഈ കല്ല്, ഇതാണ് വിഷ്ണു എന്നല്ല പറയുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് ധരിച്ചിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്. ഉപാസിക്കുന്നവനറിയാം ഇത് ആലംബനമാണ്, ഇതൊരു ഉപായം മാത്രമാണ്.
അതിൽ അവന്റെ മനസ്സിൽ അവൻ ധ്യാനിക്കുന്ന എന്താ? ദേവതാരൂപത്തിലേ ധ്യാനിക്കുന്നു. സുശങ്ക ചക്രം സകിരീട കുണ്ടലം എന്നല്ലേ അവൻ ധ്യാനിക്കുന്നു. അപ്പോൾ ആ ഭാവനയാണ്, അത് യഥാർത്ഥത്തിലുള്ള ദേവതയുടെ ഭാവനയാണ്. അത് നമ്മ ദിവബ്രഹ്മീതി അല്ല, ഇതാണ്, ഇതിനപ്പുറമൊന്നുമില്ല, ഇതാണ്. അതുകൊണ്ട് നമ്മൾ പ്രതിഷ്ഠിച്ചതാണ് വിഗ്രഹം, നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് അതിലൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? യഥസ്ഥാണു അനൃജ്ഞാതേ നസ്ഥാണുരുതി പുരുഷേവ അയമിതി പ്രതിബദ്ധതേ വിപരീതം. ഞാൻ സാധാരണ ഈ പ്രസംഗങ്ങളൊന്നും കേൾക്കാൻ പോകാറേയില്ല, പ്രത്യേകിച്ചും ഇത്തരം സന്യാസിമാരുടെ പ്രസംഗങ്ങൾ. കാരണം നമുക്കൊരു ഊഹമുണ്ട് ഇവരെ ഏതുവരെ പറയുമെന്നുള്ളത്. പക്ഷെ ആരെങ്കിലും കേട്ടിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറയണം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ കേൾക്കാൻ നിർബന്ധിതനായിത്തീരുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ അബദ്ധമാണ് ഈ പറയുന്നത്. അദ്വൈതത്തിന്റെ പേരിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ നമുക്ക് സഹിക്കാം. കാരണം അവന്റെ സിദ്ധാന്തം അതാണ്. ക്ഷേത്രമില്ല, പ്രയോഗമില്ല, ഇതൊക്കെ അസംബന്ധമാണ്. ചാർവാകൻ പറഞ്ഞാൽ മനസ്സിലാക്കും, അവന്റെ ഈ സിദ്ധാന്തം അതാണ്. യുക്തിവാദി പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം അവരുടെയൊക്കെ തത്വങ്ങൾ അതാണ്. അവരുടെയൊക്കെ ഇതിനെയൊക്കെ നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തത്വത്തെ അവർ പറയുന്നു. ഈ സ്വാമിമാരെക്കാളും എത്രയോ ഭേദമാണ് അവർ. അവരുടെ ഉപദേശം കേട്ട മനുഷ്യൻ കുറച്ചുകൂടി നന്നാവും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? സ്ഥാണു അനൃജ്ഞാതേ എന്ന സ്ഥാണുരീതി പുരുഷയെ വയമിതി പ്രതിബദ്ധതേ വിപരീതം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയും. ഇതൊന്നും ഭ്രാന്തിയല്ല. നമ്മളിവിടെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. മനസ്സിന് മനസ്സിന്റെ സ്ഥാനമുണ്ട്, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്ന ദേവതയ്ക്ക് ദേവതയുടെ സ്ഥാനമുണ്ട്. ഒന്നിനു പകരം മറ്റൊന്നാകത്തില്ല. മനസ്സ് വലുതാണെന്ന് വിചാരിച്ച് വിശപ്പ് മാറാൻ സങ്കല്പിച്ചാൽ മതിയാവും. അന്നം കഴിച്ചേ പറ്റൂ. വിശേഷിച്ചും അദ്വൈതിക്ക് അല്ല, യോഗിയെ മറ്റുവാണെങ്കിൽ ചിലപ്പോൾ സങ്കല്പിച്ച് വിശപ്പ് മാറ്റിക്കളയും. ഈ അദ്വൈതിയെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. അവന് മനസ്സാണ് വലുതെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അപ്പൊ എവിടെയാണോ സ്ഥാണു അനറിഞ്ഞാതെ ഇത് തൂണാണെന്നറിയുന്നില്ല, എന്ന സ്ഥാണുരീതി ഇത് സ്ഥാണുവാണെന്നറിയുന്നില്ല, പുരുഷേവ അവൻ നിശ്ചയിക്കുന്നത് കള്ളനാണ് അല്ലെങ്കിൽ മനുഷ്യനാണ്, പ്രതിപത്തി, അവിടെ അവന് വിപരീത ബുദ്ധിയാണ്, ഭ്രാന്തിയാണ്. അത് ഭ്രാന്തി തന്നെയാണ്. അതുകൊണ്ട് അനർത്ഥമേ ഉണ്ടാകത്തുള്ളൂ, ഭയം ഉണ്ടാകും. നതു തഥാ നാമാതു ബ്രഹ്മദൃഷ്ടി വിപരീത. അതുപോലെയല്ല ഇവിടെ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഉപാസനകളൊന്നും അതുപോലെയല്ല. അവനെ അന്ധനാക്കുകയല്ല, അവന് ഭ്രാന്തി ഉണ്ടാക്കുകയല്ല, മറിച്ച് അവനോട് ആവശ്യപ്പെടുകയാണ്, നീ എന്നത് ചെയ്യുക. അശ്വം തന്നെയാണ്, പക്ഷെ അതിൽ വിരാട് ഭാവന. അതിന്റെ പ്രയോജനം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് ശില തന്നെയാണ്, പക്ഷെ ഇത് ശിവലിംഗം തന്നെയാണ്, പക്ഷെ അതിൽ ശിവഭാവന. അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇത്തരം ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ നേരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കാതിരിക്കുക. ഇതെല്ലാം കടന്ന് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും എത്രയോ നല്ല ആത്മാക്കളാണ് ഇതൊന്നും അറിയാത്ത സാധുക്കൾ നാമം ജപിക്കുകയോ ഈശ്വരനെ ഭജിക്കുകയൊക്കെ ചെയ്യുന്ന സാധുക്കൾ. ഒരു ശാസ്ത്രവും അറിയത്തില്ല. ചിലപ്പോൾ അവരിൽ മൂഢത മാത്രമായിരിക്കുള്ളത്. എന്നാൽ അവർ ഭേദമാണ്. ഈ സ്വാമിമാരെക്കാളുമൊക്കെ അവരെത്രയോ ഭേദമാണ്. ഈ അദ്വൈതം പ്രസംഗിക്കുന്ന ബുദ്ധികളെക്കാളും അവരെയാണ് പൂജിക്കേണ്ടത്. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മേതിക്ക് ഇവിടെ അതൊന്നുകൂടെ ക്ലിയറാക്കുന്നു. പ്രതിമയിൽ വിഷ്ണു അത് വെറൊരു സങ്കല്പമല്ല. എവിടെയാ വിഷ്ണു?
അശ്വത്തെ വിരാട് ഒരു സങ്കല്പമല്ല. ശബ്ദമാണ്. അതിൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ ബ്രഹ്മം? കേവലം അത് ഒരു ആരോപം, ഒരു ഉപാസന മാത്രമല്ലേ പൂർവക്ഷി ചോദിക്കാൻ. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മ. എന്താണോ നമ്മളോട് ആരോപിക്കാൻ പറയുന്നത് അതെല്ലാം അലൗകികമാണ്, ഇന്ദ്രിയ വിഷയമല്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. ശ്രുതിക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, ഒന്നിനെ മറ്റൊന്നായി കാണാൻ പറയുന്നു. അവിടെ പറയുന്നതോ ഇത്തരം കാര്യങ്ങൾ. അടുത്ത് പറയും ബ്രാഹ്മണനെ പിതൃദേവനായി കാണാൻ പറയുന്നു. ഇത്തരം പറയുന്ന കുറെ അസംബന്ധങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മറ്റൊന്നും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ലല്ലോ. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മേതി ചെയ്ത് ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നാണെങ്കിലോ ഏതേന പ്രതിമ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവത പിത്രാദി ദൃഷ്ടീനാം തുല്യത. ഇത് തന്നെയാണ് സർവത്ര നടക്കുന്നത്. ശ്രാദ്ധം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ശ്രാദ്ധത്തിലൊരു ചടങ്ങാണ് ബ്രാഹ്മണന് അന്നം കൊടുക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഷഡംഗ വേദവിത്ത്, ഷഡ്കർമ്മവിത്ത്, അങ്ങനെ ആയിരിക്കണം ബ്രാഹ്മണൻ. നൂല് തോളിക്കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നവനല്ല. ഷഡംഗവിത്ത് എന്ന് പറയുമ്പോൾ 4 അംഗങ്ങളോടുകൂടിയും വേദത്തെ അധ്യയനം ചെയ്തവൻ. പിന്നെ ഷഡ്കർമ്മവിത്ത്, യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്ന് പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ. എന്നാലേ ബ്രാഹ്മണനാകത്തുള്ളൂ. അങ്ങനെയുള്ളവന് വിളിച്ചിട്ട് ശ്രാദ്ധത്തിൽ അന്നം കൊടുക്കണം എന്നാ. എന്തുകൊണ്ടാണ് അവിടെ ശ്രാദ്ധത്തില് അന്നത്തെ സ്വീകരിക്കേണ്ടത്? വസ്വാദി പിതൃക്കളാണ്. വസ്തു തുടങ്ങിയ പിതൃദേവതകളെ കുറിച്ച് പറയുന്നു. പിതൃദേവതകൾ പിതൃലോകത്തിലാണ്, ശ്രാദ്ധം നടത്തുന്ന ഭൂമിയിലാണ്. ഈ ദേവതകൾ ഒന്നെങ്ങനെ അന്നം സ്വീകരിക്കും? സാധ്യമല്ലല്ലോ. അപ്പോൾ ദേവതകൾ വന്ന് അന്നം സ്വീകരിക്കണമെങ്കിൽ അതിന് യോഗ്യമായ, ഇവിടെ നിന്ന് പറഞ്ഞ പോലെ ഒരു ആലംബനം വേണം. യോഗ്യമായ ഒരു ആലംബനം വേണം. അതിന് യോഗ്യമായ ആലംബനമാണ് ബ്രാഹ്മണൻ. വസ്വാദി പിതൃക്കൾ, ബ്രാഹ്മണൻ അവിടെ ഉപവിഷ്ടനായിരുന്നു അന്നത്തെ ഗ്രഹിക്കുമ്പോൾ ആ പിതൃക്കളാണ് അന്നത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിതൃക്കൾ തുഷ്ടിയെ പ്രാപിക്കുന്നു. തുഷ്ടരായ പിതൃക്കൾ കുലത്തെ അനുഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ആസ്തികന്മാരുടെ വിശ്വാസം. അതാണ് ബ്രാഹ്മണനിൽ ദേവതാബുദ്ധി എന്ന് പറയുന്നത്. പിതൃദേവത എന്നോട് ഉദ്ദേശിക്കുന്നു. അത് ആസ്തികന്മാരെ സംബന്ധിച്ച് സത്യമാണ്. എന്തായാലും വിഷ്ണു ഉണ്ട്. ആ വിഷ്ണുവിന് ആലംബനമായിട്ടൊരു പ്രതിമ വേണ്ടി. അതുപോലെ വസ്വാദി പിതൃക്കളുണ്ട്. ശാസ്ത്രം പറയുന്നു അവർക്ക് ആലംബനമായി ഒരു ദിവ്യമായ യോഗ്യമായ ഒരു ശരീരം വേണ്ടി. അത് ശുദ്ധവും സാത്വികവുമായ ഒരിടത്തല്ലേ ദേവതയ്ക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ദേവത വന്ന് ആ ശരീരത്തിലൂടെ അന്നത്തെ സ്വീകരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നു. അങ്ങനെ ജനം അനുഷ്ഠിച്ചും വരുന്നുണ്ട്. ഇവിടെ എല്ലാം എന്താണ്? പ്രതിമ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവപുത്രാദി ദൃഷ്ടി എന്ന് പറയുന്നതാണ്. പ്രതിമയിൽ ദേവദൃഷ്ടി, വിഷ്ണുവാദി ദേവദൃഷ്ടി, ബ്രാഹ്മണൻ പിതൃദൃഷ്ടി, പിതൃദേവതാ ദൃഷ്ടി, ഉപാസന, ആരോപം. ഇതെല്ലാം അസംബന്ധമാണല്ലോ. തുല്യത എന്താണോ? ഇങ്ങനെയുള്ള സാധനങ്ങളേ ഇല്ലല്ലോ. ദേവതയില്ല, പിതൃക്കളുമില്ല. പിന്നെ എങ്ങനെയാ ഇത് ശരിയാകുന്നത്? അത് ശരിയല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ശ്രുതിയിൽ
പ്രമാണമാക്കിയാണ് പറയുന്നത്. ശ്രുതി പറയുന്നു നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാം, നാമത്തെ നമുക്കറിയാം, ബ്രഹ്മത്തെ അറിയില്ല, അതുകൊണ്ട് ബ്രഹ്മമില്ലാത്തതാണ്. സ്മൃതികളിൽ പറയുന്നു ബ്രാഹ്മണനെ പിതൃദേവതയായിട്ട് ഉപാസിക്കുക. ബ്രാഹ്മണനെ നമുക്കറിയാം, പക്ഷേ പിതൃദേവതയെ അറിയില്ല. ഇതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല. ആണെങ്കിൽ അത് ശരിയല്ല. എന്നുകൊണ്ട് ശ്രുതി എല്ലാ ഭാഗവും നോക്കുക. ശ്രുതി എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളല്ല പറയുന്നു, പരിചയമുള്ള കാര്യങ്ങളെയും പറയുന്നുണ്ട് ഉപാസിക്കാൻ. എങ്ങനെ? ഋഗാദിഷു പൃഥിവ്യാദി ദൃഷ്ടിദർശന എത്രയോ ഭാഗങ്ങളിൽ പറയുന്നു. വേദമന്ത്രമാണ്, അതിനെ പൃഥിവിയായിട്ട് ഉപാസിക്കുക. എന്താ ഇവിടെയും നിങ്ങൾ പറയും ഇത് അസംബന്ധമാണെന്ന്? പൃഥ്വി എന്ന് പറയുന്നത് ഇല്ലാത്തതാണെന്ന് പറയുന്നു. ഇവിടെ എന്താണ്? നമുക്ക് രണ്ടിനെ അറിയാം. ഇവർക്ക് മന്ത്രത്തെ അറിയാം, നിങ്ങൾക്ക് വേദം പ്രമാണമാണ്. വേദത്തെ പ്രമാണമായി സ്വീകരിക്കും. ഒരിടത്ത് ഒരു ന്യായം പറയുകയും വേറിടത്ത് വേറെ ന്യായം പറയുകയും ചെയ്താൽ അത് ശരിയാകത്തില്ല. ആ വേദത്തിൽ ഋക്കിനെ പൃഥ്വിയായി ഉപാസിക്കാം. ഋക്ക് എന്താണെന്നറിയാം വൈദികൻ. ഇത് വൈദികനോടാണ്, ചാർവാകനോടല്ല ഇവിടെ ചോദ്യോത്തരം നടക്കുന്നത്. കർമ്മകാണ്ഡിയോടാണ്. പൃഥ്വി എന്താണെന്നും അറിയാം. അതിന് വൈദികന് അഭിപ്രായ വ്യത്യാസമില്ല. ആ ഇറുക്കിനെ പൃഥ്വിയായി ഉപാസിക്കാൻ പറഞ്ഞു, അങ്ങനെ ഉപാസിക്കണം. കർമ്മത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് അധിഷ്ടം ഫലം ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനാ കർമ്മത്തിന്റെ പുഷ്കലമായ ഫലം അതിന് സഹായിക്കുമെന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ, ഇത്തരം ഉപാസനകൾ അംഗീകരിക്കാമെങ്കിൽ മറ്റുപാസന അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ശ്രുതിയുടെ ഒരു ഭാഗം പ്രാമാണികമാണ്, വേറൊരു ഭാഗം അപ്രാമാണികമാണ്. അത് സ്വീകരിക്കില്ല. അതിന് അർദ്ധജരതീയ ന്യായം എന്ന് പറയും. ഒരാൾ ശരീരത്തിന്റെ പകുതി ഭാഗം വൃദ്ധനായിപ്പോയി, പകുതി യുവാവ്, അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് ശ്രുതിയെ പൂർണ്ണമായി സ്വീകരിക്കുക. ഒരു ഭാഗം പ്രമാണവും വേറെ ഭാഗം അപ്രമാണവും എന്ന് പറയാൻ പാടില്ല. ശ്രുതിയിൽ ഉപാസന നിർദ്ദേശിക്കുന്നുണ്ട്. അത് പലതരത്തിലാണ്. ചിലടത്ത് പ്രത്യക്ഷമായ കാര്യങ്ങളെ നിർദ്ദേശിക്കും, ചിലടത്ത് പരോക്ഷമായിരിക്കുന്ന കാര്യങ്ങളെ നിർദ്ദേശിക്കുന്നു. ഇവിടെ ദേവതാദി പരോക്ഷങ്ങളെ നിർദ്ദേശിക്കുന്നു. ചിലടത്ത് പ്രത്യക്ഷമായ പൃഥ്വിയെ ഒരിക്കൽ ഉപാസിക്കാൻ പറയുന്നു. അത്തരം ഉപാസനകളെ അംഗീകരിക്കുകയാണെങ്കിൽ ദേവതാദികളെയും ഉപാസനയെ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ദേവതാദികളുടെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യും. ഇനി അത് പരോക്ഷമായിരിക്കുന്നു, എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപാസിച്ചു നോക്കുക. ദേവതയെ കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, ചോദ്യങ്ങൾ ചോദിച്ചാൽ സമാധാനം കിട്ടുമോ, അതൊക്കെ അപ്പം മനസ്സിലാവും. അല്ല വേറെ വഴിയില്ല. അങ്ങനെ ഉപാസിച്ചവരുടെയൊക്കെ അനുഭവം അതാണ്. അവർ പറയുന്നത് ദേവത ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്, ദേവത മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്, ദേവത സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഇതൊക്കെ ഉപാസകന്മാരുടെ അഭിപ്രായമാണ്. അതല്ല വേറെ വഴിയില്ല. അല്ല ഇതൊക്കെ അസംബന്ധമാണ്, മിഥ്യയാണ്, ദേവത ഇപ്പം നിസ്സാരമാണ്, ഈ ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ബ്രഹ്മജ്ഞാനി ഞാൻ ദേവതയെക്കാളും വലുതാണ്, ദക്ഷിണ എനിക്ക് തന്നാൽ മതി, അമ്പലത്തിൽ കൊടുക്കണ്ട, ഇതൊക്കെ പറയുന്നതിനെന്താ സംബന്ധമാണ്? അതുകൊണ്ട് വിദ്യമാന പൃഥിവ്യാദി വസ്തുദൃഷ്ടീനാമേവ ഈർഗാദി വിഷയ പ്രക്ഷേപ ദർശന. അവിടെ എന്താണ്? ഇർക്കിൽ പൃഥ്വി ദൃഷ്ടി, ഇർക്കിനെ പൃഥ്വിയായി കാണുക എന്ന് പറഞ്ഞാൽ പൃഥ്വി ഉണ്ടവിടെ. വിദ്യമാന പൃഥിവ്യാദി വസ്തുദൃഷ്ടീന ഉള്ള പൃഥിവ്യാദി വസ്തു പിന്നെ അവിടെ ആരോപിക്കുകയാണ്. ആദി വിഷയ പ്രക്ഷേപദർശന. പ്രക്ഷേപണം ചെയ്യുന്ന ആരോപിക്കുന്നു, കൽപ്പിക്കുന്നു. വേറെടുത്തുണ്ട് അതിനെ കൽപ്പിക്കുന്നു. തസ്മാത് തസാമാന്യ നാമാദിഷു ബ്രഹ്മാദിദൃഷ്ടീന വിദ്യമാന ബ്രഹ്മാദി വിഷയത്വ സിദ്ധി. ഒരു ഭാഷകാരൻ വളരെ സ്പഷ്ടമായി പറയുകയാണ്. ഒരർത്ഥശങ്കയ്ക്കും ഇട കൊടുക്കാതെ വിഷയം
ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഇത്തരം സ്വാമിമാരിങ്ങനെയൊന്നും പ്രസംഗിക്കാൻ ധൈര്യപ്പെടത്തില്ല. അദ്വൈതം പറയുമ്പോൾ ഇത് പറയത്തില്ല. തസ്മാത് സാമാന്യ അതിന് തുല്യമായിരിക്കുന്നത് കൊണ്ട് നാമാദിഷു ബ്രഹ്മദൃഷ്ടിന നാമാദികൾ ബ്രഹ്മദൃഷ്ടി ഉപദേശിക്കുന്നത് വിദ്യമാന ബ്രഹ്മാദി ഉള്ളതായ ബ്രഹ്മം, ദേവത തുടങ്ങിയവയെ സംബന്ധിച്ചാണ്. വിദ്യമാന ബ്രഹ്മാദി എന്ന് വെച്ചാൽ ഇവിടെ ബ്രഹ്മം, വിഷ്ണു തുടങ്ങിയ കാര്യങ്ങളാണ്. പിതൃദേവതയെ കുറിച്ചാണ് പറയുന്നത്. വിദ്യമാനം എന്ന് വെച്ചാൽ ഉള്ളത്. നമുക്ക് അറിയാത്തവർക്കും മനസ്സിലാക്കാം. ഞാൻ കൽപ്പിച്ച് പറയുന്നു. ഉള്ളതായ ബ്രഹ്മം, ഉള്ളതായ ദേവത, ഉള്ളതായ പിതൃക്കൾ തദ്വിഷയമായിട്ടാണ് ശ്രുതി പറയുന്നത്. അല്ല ഇല്ലാത്ത ഞങ്ങളുടെ കൽപ്പനയിലുള്ള ചിലർ പറയും ഇതൊക്കെ വെറും കൽപ്പനയാണ്, ഭാവനയാണ്. ശരി, കൽപ്പനയാണ്. കൽപ്പിക്കുന്ന എന്താണ്? മനസ്സ്. ശരി, ആ മനസ്സുള്ളതാണ്. ഇതുമെല്ലാം ഉള്ളത് തന്നെ. ഉള്ളതിനെ മനസ്സിൽ കൽപ്പിക്കുമ്പോൾ അടുത്തത് പറയുന്നുണ്ട്. ബ്രഹ്മാദി വിഷയത്തെ സിദ്ധി. അതുകൊണ്ട് ഇവയെല്ലാം ഉള്ളതാണോ? ദേവതയുണ്ടോ? ദേവതാ ലോകമുണ്ടോ? പിതൃക്കളുണ്ടോ? പിതൃലോകമുണ്ടോ? ഭാഷകാരെ എല്ലാത്തിനും അംഗീകരിക്കുകയാണ്. ഈ ലോകത്തിന്റെ അസ്തിത്വം എല്ലാത്തിനുണ്ട്. ഈ ലോകം കേവലമായ അസ്തിത്വമാണ്, കേവലമായ സത്താണ്. അതിനൊന്നും അന്യമായിട്ടുമില്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ലോകവും. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, അതടുത്ത് പറയുന്നു. മറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്, ഞാൻ സത്യമാണ്, എന്റെ ആശ്രമം സത്യമാണ്, അമ്പലം മാത്രം മിഥ്യ. എനിക്ക് തരുന്ന ദക്ഷിണയൊക്കെ സത്യം, അമ്പലത്തിൽ കൊടുക്കുന്നതൊക്കെ മിഥ്യ. ഇത് അദ്വൈതമല്ല. അത്തരത്തിലുള്ള അദ്വൈതം ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ബ്രഹ്മാദി ദക്ഷിണ ഈ ഉപാസനകൾ, ഈ ആരോപങ്ങൾ അവിടെ എന്തിനേക്ക് ആരംഭിക്കുന്നു? അതെല്ലാം വിദ്യമാന ബ്രഹ്മാദി വിഷയത്തെ സിദ്ധി. ഇതൊക്കെ അടിവരയിട്ട് ഓർമ്മിച്ചു വയ്ക്കണം. കാരണം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെങ്ങനെ ഓർമ്മിച്ചു വയ്ക്കുന്നു? ചിലപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കും എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ബുദ്ധി സ്വാമിമാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റുമുട്ടാൻ തരും. അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കും. വയസ്സായതുകൊണ്ട് ഓർത്താ പിടികിട്ടത്തില്ല. അപ്പം നിങ്ങളാരെങ്കിലും സഹായിക്കണം. ഏതേനും പ്രതിമാ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവപിത്രാദി ബുദ്ധീനാം ച സത്യവസ്തു വിഷയത്വ സിദ്ധി. ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു. ഇതുകൊണ്ട് ഇത്രയും പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിമാ ബ്രാഹ്മണാദിഷു പ്രതിമയിൽ ദേവബുദ്ധി, ബ്രാഹ്മണനിൽ പിതൃബുദ്ധി, വിഷ്ണുവാദി ദേവപിത്രാദി ബുദ്ധീന. ഒരിടത്ത് വിഷ്ണുവാദി ദേവതാബുദ്ധി, വേറിടത്ത് വസ്വാദി പിതൃബുദ്ധി. ഇതെല്ലാം സത്യവസ്തു വിഷയത്വ സിദ്ധി. ഇതെല്ലാം സത്യവസ്തു വിഷയമാണ്. സത്യവസ്തുവിനെ കുറിച്ച് പറയണം. എങ്ങനെയാണോ നമ്മളെല്ലാം സത്യമായിരിക്കുന്നത്, എങ്ങനെയാണോ ഈ ലോക സത്യമായിരിക്കുന്നത്, ഇവിടുത്തെ അന്നപാനാദികളെല്ലാം സത്യമായിരിക്കുന്നത്, ഈ വ്യവഹാരം സത്യമായിരിക്കുന്നത്, ഇതേപോലെയുള്ള സത്യം തന്നെയാണ് ഈ ദേവതാദികൾ, പിതൃകൾ എന്നാണ് അദ്വൈത ആചാര്യനായ ശങ്കരാചാര്യരുടെ അഭിപ്രായം. എന്റെ അഭിപ്രായമല്ല. അക്കാര്യത്തിലൊരു സംശയവുമില്ല. അദ്വൈതി ആയതുകൊണ്ട് ഇതിനെയൊന്നും നിഷേധിക്കുന്നില്ല. മുഖ്യാപേക്ഷത്വ ചതുർണത്വസ്യ പറയുന്നു. ഗൗണം എപ്പോഴും മുഖ്യത്തെ അപേക്ഷിക്കും. സിംഹവും മാണവക ഗൗണത്തിന് ഉദാഹരണമാണ്. ബ്രഹ്മചാരി സിംഹമാണ് എന്നുവെച്ചാൽ ഇതിൽ എഴുന്നേറ്റിടക്കാൻ വയ്യാത്ത ബ്രഹ്മചാരികളൊന്നുമില്ല.
നല്ല നെയ്യൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ള ബ്രഹ്മചാരി കണ്ടിട്ട് വരും. ഇവന്റെ വീരശൂര പരാക്രമങ്ങളൊക്കെ കണ്ടിട്ട് വരും. ഇവനാണൊരു സിംഹമാണ്, ഇവൻ ഒറ്റയ്ക്ക് ഒരു 10 എണ്ണത്തിന് കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ളിടത്തേ പറയാൻ പറ്റും. പിത്തം പിടിച്ച ബ്രഹ്മചാരികളെ കുറിച്ചല്ല പറയുന്നു. സിംഹവും മാണവത എന്ന് പറയുന്നു. എന്താ അങ്ങനെ പറയുന്നത്? കാരണം സിംഹം വേറെ ഉണ്ട്. അതിന്റെ വീര്യ ശൂര പരാക്രമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാ പറയുന്നത് ഇവനിലും ഉണ്ടാ വീര്യം എന്ന്. ഇവിടെ എന്താ പറയുന്നത്? മുഖ്യ അപേക്ഷത്വാ ഗൗണത്വസ്യ. ഗൗണം എപ്പോഴും മുഖ്യത്തെ അപേക്ഷിക്കുന്നു. എന്നാലും അത് പറയാൻ കഴിയും. സിംഹം ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇവിടെ ശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഞാനൊരു നമുക്ക് മനസ്സിലാകാവുന്നൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു സിംഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇവൻ സിംഹമാണെന്നില്ലെങ്കിൽ പറയാൻ പറ്റും. ഒരു പിതൃദേവത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ ബ്രാഹ്മണൻ പിതൃദേവതയാണ്. ഒരു വിഷ്ണു ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രതിമ വിഷ്ണുവാണ്. ശ്രുതിയുടെ ഉദാഹരണം ഭാഷ്യകാരന് പ്രമാണ ശ്രുതിയാണ്. പഞ്ചാഗ്നിയാദിഷിച്ച അഗ്നിത്വാദേഹേ ഗൗണത്വ മുഖ്യ അഗ്നിയാദി സദ്ഭാവവത് നാമാദിഷു ബ്രഹ്മത്വസ്യ ഗൗണത്വ മുഖ്യ ബ്രഹ്മ സദ്ഭാവ ഉപപത്തി. യുക്തി അനുസരിച്ച് നോക്കിയാണ്. നമ്മൾ ചാന്തോക്യത്തിൽ പറഞ്ഞു പഞ്ചാഗ്നിയെക്കുറിച്ച്. ദിഹു, പർജന്യം, പൃഥിവി, പുരുഷൻ, യോഷിത് മുമ്പ് ചർച്ച ചെയ്തതാണ്. സ്ത്രീ അഗ്നിയാണെന്ന് പറഞ്ഞു. അതൊരു ഉപാസനാ രീതിയാണ്. പഞ്ചാഗ്നിയാദിഷിച്ച അഗ്നിത്വാദേ. നമുക്കറിയാം ഒരിക്കലും സ്ത്രീ അഗ്നിയല്ല. നമുക്കറിയാം ബ്രഹ്മചാരി ഒരിക്കലും സിംഹമല്ല. ഒരു തടയും നഖവും പല്ലൊന്നുമില്ല. എന്നാലും അത് അംഗീകരിക്കുന്നു. എന്തോ ചില സമാനതകൾ അവിടെയുണ്ട്. അവിടെ ആ പറയുന്നത് ഗൗണമാണ്, മുഖ്യമല്ല. പ്രതിമേ വിഷ്ണു എന്ന് പറയുന്നിടത്ത് ഒരു ഗൗണത്വം ഉണ്ട്. എന്തുകൊണ്ടത് ഒരു വൃശ്ചിതയായിപ്പോയി. അതൊരു ശില്പിയുടെ കരവിരുത് മാത്രമാണ്. അതാണ് അതിൽ ആ ഗൗണത്വം. പക്ഷേ മുഖ്യ അഗ്നിയാദി സദ്ഭാവവത് മുഖ്യ അഗ്നിയെ സ്വീകരിക്കുന്നു, മുഖ്യ ദേവതയെ സ്വീകരിക്കുന്നു, മുഖ്യ പിതൃദേവതയെ സ്വീകരിക്കുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ശ്രുതി മറ്റൊന്നുണ്ടവിടെ. അതുപോലെ നാമാദിഷു ബ്രഹ്മത്വസ്യ ഗുണത്വ. നാമത്തിനും മറ്റുമുള്ള ബ്രഹ്മ ആരോപം ഗൗണമാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ആചാര്യന്മാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം വരുന്ന എന്താണ്? അങ്ങനെ ഒരു വിഷ്ണു ദേവതയെക്കുറിച്ച് പറഞ്ഞത് ആ ദേവതയുടെ സ്വരൂപം എന്താണ്? അതിന് 2 കൈയാണോ 4 കൈയാണോ? ഇത്തരം കാര്യങ്ങളിലാണ് ആചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത്. പക്ഷെ ആ ദേവതയുടെ അസ്തിത്വത്തിൽ ആസ്തികന്മാർക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രതിമയിൽ ആരോപിക്കുന്നു എന്നുള്ളതിനും അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിമയിൽ അതിനെ പൂജിക്കാമെന്നുള്ളതിനും അഭിപ്രായ വ്യത്യാസമില്ല. ഏത് തരത്തിലായിരിക്കണം ആ പൂജാവിധികൾ, ഏത് തരത്തിലായിരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഗുണമാണ്. അതെല്ലാം എന്താണ്? മുഖ്യ ബ്രഹ്മസദ്ഭാവോപത്തി. ഇതെല്ലാം നമ്മളെ ബോധിപ്പിക്കുന്നത് ഇങ്ങനെ ഗുണമായ ആരോപങ്ങൾ ശ്രുതി നിർദ്ദേശിക്കുന്നിടത്തെല്ലാം തന്നെ മുഖ്യമായ വാസ്തവമായ ബ്രഹ്മസദ്ഭാവം, ദേവതാസദ്ഭാവം എല്ലാം ഉണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയും തെറ്റല്ല. എങ്ങനെ സത്യമായിരിക്കുന്ന ആ ദേവതയെ അസത്യമായിരിക്കുന്ന ശരിയിൽ ആരോപിച്ച് ഉപാസിക്കുന്നത് തെറ്റല്ല. ശ്രുതി നേരിട്ട് ഈ പ്രതിമയിൽ വിഷ്ണുവിനെ ഉപാസിക്കുക എന്ന് പറയുന്നില്ലെങ്കിലും ശ്രുതി നേരിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇതിന്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണ്. ആ വൈദികമായ സംസ്കാരം ക്ഷയിച്ചു വന്നപ്പോൾ മനുഷ്യന് വീണ്ടും ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ തുടരുന്നതിന് വേണ്ടി
പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ ഈ സമ്പ്രദായങ്ങളിലെല്ലാം അഴിച്ചുപണി നടത്തി. ഇവിടെ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക, അതിനു പകരം പ്രതിമയെ വിഷ്ണുവായിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞു. ഫലത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെ. അതുകൊണ്ട് ഇതൊന്നും അദ്വൈത ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യമല്ല. ബ്രഹ്മസദ്ഭാവത്തിൽ ഇതിനെല്ലാം യുക്തിയുണ്ട്, ശാസ്ത്രമുണ്ട്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി ഉപാസനയുമായി ബന്ധപ്പെട്ട് വരുന്ന കർമ്മവും ഉപാസനയും ജ്ഞാനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ക്രിയാർത്ഥ അവിശേഷ വിദ്യാർത്ഥാന പറയുന്നു. വേദത്തിൽ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗങ്ങളുണ്ട്. ദർശ പൂർണ്ണമാസാഭ്യാം യാഗങ്ങളുടെ പേരാണ്. സ്വർഗകാമോ യജയിത ദർശയാഗം, പൂർണ്ണയാഗം. അതുകൊണ്ട് സ്വർഗകാമൻ യജിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് മീമാംസകരോട് പറയാം. ചിലർ ഈ കർമ്മങ്ങളെ അംഗീകരിക്കും, ഉപാസനയെ അംഗീകരിക്കില്ല, ജ്ഞാനത്തെ അംഗീകരിക്കില്ല. അതവർക്ക് ബുദ്ധിമുട്ടാണ്. കർമ്മങ്ങളെയൊക്കെ അംഗീകരിക്കും. അവർ പറയുന്നത് ഉപനിഷത്ത് എന്ന് പറയുന്ന ഊഷരഭൂമി പോലെയാണ്, ഒന്നിനും കൊള്ളാതെ. ഊഷരഭൂമി എന്ന് വെച്ചാൽ വിത്തിട്ടാൽ മുളയ്ക്കാത്ത സ്ഥലം. അതിൽ ജലവുമില്ല, വളവുമില്ല, ഒന്നുമില്ല. മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിവരെ കരുതുന്ന വൈദികന്മാരുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായമാണ് ക്രിയാർത്ഥം ആണോ വേദവർണ്ണ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ഉപാസനയും ജ്ഞാനമൊന്നുമില്ല, ബ്രഹ്മമേ ഇല്ല. ഏറ്റവും വലിയ വിവാദം ഉണ്ടാകുന്നവർ ബ്രഹ്മത്തിന്റെ കാര്യത്തിലാണ്. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അസദ് വിഷയ കാചിത് ബുദ്ധ ജഗതി വീക്ഷിതേ. സർവസ്യ മാത്രാദ്യർത്ഥസ്യ വ്യഭിചാരേഭി ഭാവാഭാവസാധകം ചിദ്വസ്തു അവ്യഭിചാര്യസ്തി തത്കഥം കൂട്ടസ്ഥം സംവിദേകരതം ബ്രഹ്മനാസ്തി സർവാർത്ഥം വ്യഭിചാരേവി സംവിദവ്യഭിചാരം. ഇതൊക്കെ വാർത്തകാരൻ പറയുന്ന ഈ ഭാഗത്തിന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു ഇതൊക്കെ സത്യമാണ്, ഈ കാണുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഈ കാണുന്നതൊക്കെ ശരിയെന്ന് അങ്ങനെ പറയാൻ പറ്റും. കാരണം ഇതെല്ലാം മാറിപ്പോവുകയല്ലേ. ഈ നാമരൂപാത്മകമായിരിക്കുന്ന സർവവും നാമരൂപാത്മകമായി ശരിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പുസ്തകം സത്യമാണ്, മേശ സത്യമാണ്, വാച്ച് സത്യമാണ്. അതങ്ങനെ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നശിക്കുന്നില്ലേ? എങ്ങനെ ഇതൊക്കെ സത്യമാവും? ഒന്ന് മാറി വേറൊന്നു വരുന്നില്ലേ? പക്ഷേ ഇവിടെ നശിക്കാതിരിക്കുന്ന എന്താ? ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി അത് നശിക്കുന്നില്ല. അതാണ് സംവിദവ്യഭിചാരിണി. മാറ്റമില്ലാത്ത ബുദ്ധി, ബോധം, അത് മാറുന്നില്ല. ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. വാർത്തകാരൻ പറയുക, നിങ്ങൾ ഏതാണോ സത്യം എന്ന് പറയുന്നത് അത് സത്യമല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം അതെല്ലാം മാറുന്നതാണ്, പരിണാമ വിധേയമാണ്, നാശത്തിന് വിധേയമാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണോ അസത്യം എന്ന് പറയുന്നത് അത് സത്യമാണ്. എന്താണ് ആ സംവിത് അമ്പ്യഭിചാരണി, ഒരു മാറ്റമില്ലാതിരിക്കുന്നു. അതിനാണ് ഞങ്ങൾ ബ്രഹ്മമെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ വയ്യ? നിങ്ങൾ നേരെ വിപരീതമായി ചിന്തിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം സത്യം, മാറാത്തത് അസത്യം. അങ്ങനെ തലതിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നില്ല.
മീമാംസകർക്ക് തലതിരിഞ്ഞു പോയി എന്നാണ് വാർത്തകാരൻ പറയുന്നത്. അദ്ദേഹം വലിയ മീമാംസകനായിരുന്നു എന്നാണ് കഥ. സത്യമാണോ എന്നറിയത്തില്ല. എന്നുവെച്ചാൽ അസദ്വിഷയാകാത്തി ബുദ്ധർ ജഗതി വീക്ഷ്യതേ. ഇവിടെ എന്താണ് ഇനി നിങ്ങൾ അസത്യം എന്ന് പറയുന്നത്? നിങ്ങൾ ബ്രഹ്മത്തിലെ അസത്യം എന്ന് പറയുന്നു. ശരി, അസത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം, അങ്ങനൊരു ബോധം ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? അസത് വിഷയ ബുദ്ധി പറയാൻ പറ്റുമോ? അതും വാർത്തകാരൻ ചോദിക്കുന്നു. അസത് വിഷയമായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരറിവുണ്ടായിരിക്കും, അതിനൊരു വിഷയമില്ലാതിരിക്കും. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കത്തില്ല. നിങ്ങൾ ശൂന്യത്തെ അറിഞ്ഞാൽ ശൂന്യം വിഷയമായിരിക്കും. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം വിഷയമാണ്. ഒരു ബുദ്ധി ഉണ്ടാകുക, അതിനൊരു വിഷയമില്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. എന്തിനാണ് നിങ്ങൾ അസത്തെന്ന് പറയുന്നത്? ബുദ്ധിയുടെ വിഷയത്തെ നിങ്ങൾ അറിയുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് അസത്ത്? ഇതാണ് വാർത്തകാരന്റെ യുക്തി. പറയും രജ്ജു സർപ്പവും അസത്താണ്. അല്ല, കാരണം അവിടെ വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ട്. സർപ്പം, മരുമരി അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ബുദ്ധിയുണ്ട്, അവിടെ വിഷയമുണ്ട്. വിഷയശൂന്യമായൊരു ബുദ്ധിയില്ല. ഇല്ലെങ്കിൽ പിന്നെ ഏതാണ് ശൂന്യത, ഏതാണ് അസത്ത്? ബൃഹദാരണ്യ ഭാഷ്യത്തിന്റെ വാർത്തികത്തിൽ ഭാഷ്യകാരൻ ഇത്തരത്തിലുള്ള വളരെ നിശ്ചിതമായ യുക്തികൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത യുക്തി. അതുകൊണ്ട് ഇവിടെ അസത്വം ഒന്നിനെ പറയാനേ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളിൽ വിഷയമില്ലാത്ത ഒരു ബുദ്ധി ഉണ്ടാകും. എന്നുവെച്ചാൽ അങ്ങനെ ഒന്നിനെ നിങ്ങൾ അറിയണം. അതറിയാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ വെറുതെ ചിന്തിക്കാതെ പറയുകയാണ്, ഇത് അസത്താണ്. ഇവിടെ ഈ ലൗകികമായ കാര്യങ്ങളെപ്പോലും വ്യാവഹാരികമായ വിഷയങ്ങളെപ്പോലും നിങ്ങൾക്ക് അസത്താണെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ പിന്നെ ബ്രഹ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ അസത്തെന്ന് പറയുന്നത്? അതെന്താണ്? കേവലമായ ആ സംവിസ്വരൂപമാണ്. അവിടെ വിഷയത്തിന്റെ പോലും ആവശ്യമില്ല. ഇവിടെ വിഷയത്തെ ഗ്രഹിക്കുന്ന ബുദ്ധി പോലും നിർവിഷയമായിരിക്കുന്നില്ലെങ്കിൽ, വിഷയശൂന്യമായി അസത്തിനെ വിഷയീകരിച്ച് നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ സംവിത് സ്വരൂപത്തിലുള്ള ബ്രഹ്മം എങ്ങനെ അസത്താകും? അല്ല, മറ്റൊന്നിനെയും ബ്രഹ്മമെന്ന് പറയുന്നില്ലല്ലോ. വേറെ തരത്തിൽ പറഞ്ഞാൽ ജാഗ്രസ്വപ്നങ്ങളിൽ ബുദ്ധി വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏതാ അസത്ത്? ഏത് നിങ്ങളുടെ ബുദ്ധിയാണ് അസത്തിനെ ഗ്രഹിച്ചത്? വിഷയശൂന്യമായി പോയത്? ഇല്ല. എന്റെ ബുദ്ധി ശൂന്യതയെ ഗ്രഹിച്ചെങ്കിൽ അത് തന്നെയാണ് വിഷയം. അപ്പൊ ബുദ്ധി സവിഷയമാണ്, അത് അസത്തല്ല. അസത്തിനെ ഗ്രഹിക്കുന്നില്ല. സുഷുപ്തിയിലാണെങ്കിലോ എന്ന് പറയും, അവിടെ കേവലം ചിത്തായി പ്രകാശിക്കുന്നു. അവിടെ എങ്ങനെ അസത്ത്? അവിടെ ഏത് അസത്തിനെ ഗ്രഹിച്ചിരിക്കുന്നു? ബുദ്ധിയായി പ്രകാശിക്കുന്നു, സത്തായി പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ചിത്തായി പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ആനന്ദമായി പ്രകാശിക്കുന്നു. ഇതെല്ലാം വേറെന്താ? അനുഭവത്തിന്റെ തലം. സമാധിയിലോ ഏതിലാണോ മനസ്സ് സമാധിസ്ഥമായിരിക്കുന്നു അതിനെ ഗ്രഹിക്കുന്നു. അപ്പൊ നിർവിഷയമായ ബുദ്ധി അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അപരോക്ഷമായി പ്രകാശിക്കുന്ന ബുദ്ധി, അതിനെ പറയാം. അത് ഈ ലോകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അസത്താണ്, നിങ്ങളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്നത് അസത്തിനെ ഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ്
ശൂന്യതയാസത്തിനെ നിഷേധിക്കുന്നു എന്നിവിടെ പറയുന്നു. സർവാർത്ഥം വ്യഭിചാരേതി, അവന് ഒന്ന് സംഭവിക്കും. നിങ്ങളുടെ ബുദ്ധി ഒരു വിഷയത്തെ വിട്ട് വേറെ വിഷയത്തെ തിരിക്കും, അതിനെ വിട്ട് വേറെ വിഷയത്തെ തിരിക്കും. അങ്ങനെ സർവാർത്ഥ വ്യഭിചാരം എന്നിരിക്കലും സംവിധ അവ്യഭിചാരിണി. ബുദ്ധി അസത്തിനെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധികൊണ്ട് ഇതിനെയൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയാൻ കഴിയില്ല. വിശേഷിച്ചും ബ്രഹ്മത്തെ അസംബന്ധമാണെന്ന് പറയാൻ കഴിയില്ല. ബ്രഹ്മത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവതാദികളെ ഒന്നിനും നിഷേധിക്കാൻ പറ്റും. എല്ലാം അതിൻ്റെ തന്നെ സ്ഫുരണങ്ങളാണ്. ഇവിടെ ഒന്നിനെയും നിഷേധിക്കാൻ കഴിയില്ല. സർവവും അത് തന്നെ. ഭാവാഭാവസാധകം, ഭാവാഭാവത്തെ എല്ലാം സാധിക്കുന്ന അച്യുത് വസ്തു, അത് മാറ്റമില്ലാതിരിക്കുന്നു. അപ്പൊ പിന്നെ തത്കഥം കൂടസ്ഥം സംവിധേകരതം ബ്രഹ്മനാസ്തി, ആ സംവിധ സ്വരൂപത്തിലുള്ള ബ്രഹ്മമില്ലെന്നെങ്ങനെ പറയാൻ പറ്റും എന്നാണ് വാർത്തകാരൻ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ബ്രഹ്മസദ്ഭാവബുദ്ധി, ദേവതാദി സർവവസ്തുക്കളും നിലനിൽക്കുമെന്നുള്ളതിനാണ് യുക്തി, ഇല്ല എന്നുള്ളതിനല്ല. ശരി.